കഴിഞ്ഞൊരു ദിവസം KSRTC ബസ്സിൽ മലക്കപ്പാറ ടൂറിന് പോയപ്പോഴുണ്ടായ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കബാലി എന്ന കാട്ടാന റോഡിൽ ഊരുചുറ്റുന്നുണ്ടായിരുന്നു. ഒരു 100 മീറ്റർ ഇപ്പുറം നിന്ന് തന്നെ റോഡ് ബ്ലോക്കായി അറിയാൻ കഴിഞ്ഞു കാട്ടാന റോഡിൽ നിൽക്കുന്നുവെന്ന്. ആദ്യമൊക്കെ കാട്ടാനയെ കാണാൻ വലിയ ത്രില്ലായിരുന്നു. എങ്ങനെ ഇരിക്കുന്നുവെന്ന് അറിയണം, കാട്ടാനയെ അടുത്ത് കാണണം, അതിൻ്റെ ത്രില്ല് അനുഭവിക്കണമെന്നൊക്കെ ഉള്ളൊരു ലക്ഷ്യമായിരുന്നു. പക്ഷേ ഈ കാറ് കണ്ടോ, ഇത് കാട്ടാന ചവിട്ടി ഉടച്ച കാറാണ്. കുത്തി ഉടച്ചു. അതാ നിൽക്കുന്നു കബാലി. അങ്ങനെ ഷട്ടർ പൊക്കി ആണ് അതിൻ്റെ കീഴിൽ കൂടെ, ഷട്ടറിൻ്റെ കീഴിൽ കൂടെ വീഡിയോ എടുത്തതാണ് കേട്ടോ, പരമരഹസ്യമായിട്ട്. ബസ്സിൻ്റെ അടുത്ത് വരെ കാട്ടാന വന്നെത്തി. 100 മീറ്റർ അകലെ നിന്ന് ആളുകളെ ഓടിച്ചും കാറുകൾക്കൊക്കെ പോറലേൽപ്പിച്ചും നടന്നും ഓടിയും ഞങ്ങളുടെ ബസ്സിൻ്റെ അടുത്ത് വരെ വന്നെത്തി. ഇതാ ഇങ്ങനത്തെ നിപ്പാണ് ഇത്. റോഡിന് പാരലായിട്ടല്ല നിൽക്കുന്നത്, റോഡിന് കുറുകെ പെർപെൻഡിക്കുലറായിട്ട് ഈ ഒരു നില. അത് ഒരു വണ്ടിക്കിട്ട് കുത്താൻ പോവുകയാണ്. അത് ബോഡിയിൽ കുത്തൂല്ല, ഗ്ലാസ്സാണ് കുത്തി ഉടയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് അവിടുത്തെ വനപാലകരും അവിടെ കൂടിയ ആളുകളെല്ലാവരും കൂടെ ഡാ ഡാ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് ഒന്ന് നിർത്തും. തുമ്പി ചുരുട്ടി റോഡ് സൈഡിൽ ഇതുപോലെ നിൽക്കും. ആ തുമ്പി ചുരുട്ടി വെച്ചേക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. തുമ്പി ചുരുട്ടിയിട്ട് കൊമ്പിൽ ചുരുട്ടി കെട്ടി അങ്ങ് വെച്ച് ഈ നില നിൽക്കും. അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. തുമ്പിക്കൈയുടെ നീളം കണ്ടോ, അതിങ്ങനെ തറയിൽ ഇത്രയും നീളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉറപ്പിച്ച് വയ്ക്കും. വീണ്ടും ചുരുട്ടി കെട്ടി കൊമ്പിലുറപ്പിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പകൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ആന ഇറങ്ങി റോഡ് ബ്ലോക്കായതാണ്. രാത്രി 2:30-3 മണി വരെ ഈ ആനയുടെ മുൻപിൽ ഇത്രയും റോഡ് ബ്ലോക്കും ഞങ്ങളുടെ ബസ്സും കാറുകളും എല്ലാം ഈ ആനയെ നോക്കി, ആന ഞങ്ങളെയും നോക്കി. ഇനി അടുത്ത നിമിഷം എന്ത്? ആനയ്ക്ക് നടന്നു പോകാൻ വഴിയില്ല. 2 സൈഡിൽ കൂടെയും വാഹനങ്ങൾ വന്നങ്ങ് ഞെരുങ്ങിപ്പോയി. പിന്നെ ഇവിടുത്തെ ഭൂപ്രകൃതിയും വ്യത്യസ്തമാണ്. മുകളിലോട്ട് കയറി പോകാനും ഒക്കില്ല, ഭയങ്കരമായ കുന്നും മലയും, താഴെ അഗാധമായ കൊക്കയും. ആനയ്ക്കും ഇറങ്ങിപ്പോകാനും ഒക്കില്ല. അത് ആ ചുമ്പി ചുരുട്ടി പിടിച്ചിരിക്കുന്നത് കണ്ടോ, നല്ല രസമാണ് ഇത് കാണാൻ. പാമ്പ് പോലെ അതിലിരുന്ന് അനങ്ങുന്നത് കണ്ടോ, തുമ്പി കൊമ്പിൽ കോർത്ത്. അങ്ങനെ പിന്നെ വനപാലകരും എല്ലാവരും ചേർന്ന് വണ്ടികൾ കുറേശ്ശെ റിവേഴ്സ് എടുത്ത്, അപ്പോൾ ആനയ്ക്ക് അപ്പുറം കടന്ന് പോകണം വെള്ളം കുടിക്കാൻ. അതിനാണ് ആ നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ സ്രോതസ്സാണ്. അങ്ങനെ വണ്ടി പിറകോട്ടും മുമ്പോട്ടും ഒക്കെ തിരിച്ച് നീക്കി. വിശ്വസിച്ച് നീക്കാൻ പറ്റില്ലല്ലോ, ഇത് അടുത്ത സെക്കൻഡ് എന്ത് ചെയ്യുമെന്നറിയാതെ. അതിങ്ങനെ അനങ്ങുമ്പം ഓർത്തോളണം അടുത്ത പണിക്ക് പോവുകയാണെന്നുള്ളത്. ഏതായാലും കുറച്ച് നേരം അപ്പുറത്തെ സൈഡിൽ ഇറങ്ങി നിന്ന് വെള്ളം കുടിച്ചു. അവിടെ നിന്നു. ഈ നടന്ന് നീങ്ങുന്നത് ഏതെങ്കിലും വണ്ടിക്കിട്ട് കൊടുക്കാനാണ്. ഉറപ്പാണ് ഈ അടുത്ത വണ്ടിക്കിട്ട് കുത്താൻ പോവുകയാണ്. ഇങ്ങനെ പോയി അവന് വഴിയുണ്ടാക്കുന്ന അപ്പുറത്ത് പോകാൻ. കാറിൽ കുത്തുകയാണ് കേട്ടോ, കാറിൻ്റെ ഗ്ലാസ് ഉടച്ച്. അങ്ങനെ 4-5 കാറൊന്ന് ഉടച്ചു. ഈ സമയത്ത് അതിനകത്ത് ആളുണ്ട്. അല്പം ഒന്ന് ശാന്തമായപ്പോൾ ആളുകളൊക്കെ ഇറങ്ങി കയറി ഓടി വന്ന് ഞങ്ങളുടെ ബസ്സിൽ കയറി. ബസ്സിലാണെങ്കിലോ കൂട്ട നിലവിളി, കൂട്ടപ്രാർത്ഥന, കരച്ചിൽ, ബഹളം. ഇനി മേലാൽ യാത്രയ്ക്കില്ലാന്നായി. അങ്ങനെ ആകെ പരിഭ്രാന്തരായ യാത്രക്കാർ, ആകെ വിഷമിച്ചു പോയ നിമിഷങ്ങൾ. എന്തും സംഭവിക്കാം നോക്കി ആനയെ ഇങ്ങനെ ഷട്ടർ പൊക്കി നോക്കി ഇരുന്നു പോയി. എത്രയോ നേരം ആനയെ കണ്ടില്ല എന്നുള്ള പരിഭവം ഒഴിവായി കിട്ടുന്നത് വരെ ആനയെ കണ്ടു. ഈ 12-13 മണിക്കൂർ നേരം ഈ ആന ഈ നില നിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും നടന്നും നിന്നു. ഞങ്ങൾ ബസ്സിലിരുന്ന് ഷട്ടർ പൊക്കിയും അല്ലാതെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. അവസാനം വനപാലകർ ലേശം ആനയൊന്ന് അടങ്ങിയപ്പോൾ ഞങ്ങളെ അപ്പുറം കടത്തി വിട്ടു. അതിനേക്കാൾ വലിയ മണ്ടത്തരമായി. പിന്നെ തിരിച്ചു വരണ്ടേ, അവിടെ റിവേഴ്സ് എടുക്കാനും പറ്റില്ല. തിരിച്ചു വരാൻ നേരത്ത് അതിനേക്കാളും സീനായിരുന്നു. നടുക്ക് കയറി നിന്നു. അപ്പം എങ്ങനെയെങ്കിലും മുട്ടി ഉരുമി വല്ല വിധവും വണ്ടി ഇപ്പുറം കടത്തിയെടുത്തു. അങ്ങനെ തലനാരിഴയ്ക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് അത്രയും യാത്രക്കാരും ആളുകളും അന്ന്